ഈ കൈസ് വാട്സപ്പ് എല്ലാ മിച്ചവർക്കും ബ്രേക്ക് കേട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗീസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഗീസ് പിടിക്കുകയാണ് ഏതെങ്കിലും കുട്ടിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗീസ്, നമ്മളെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറേ അധികം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഗീസ്, നമ്മൾ ഇന്നലെ ആയിട്ട് നമ്മളൊരു സമയത്ത് നമ്മൾ കുട്ടിയെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ നേരം സംസാരിച്ചു, ഞങ്ങൾ എവിടേക്കൊക്കെയോ നടന്നു പോയി. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഞാൻ നൈസിന് അവനോട് ചോദിച്ച്, നീ എവിടെ ഇപ്പോൾ താമസിക്കുന്നത്, വീട്ടിൽ എവിടെ താമസിക്കുന്നത്, എവിടെയും ബേസ് ഉണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ഇല്ല, ബേസൊന്നും ഇല്ല, ഈ കട്ടിലിടും എന്നിട്ട് പൊട്ടിക്കും, അങ്ങനെ നൈറ്റ് ആകുമ്പോൾ മാത്രമേ കട്ടിലിട്ടൊന്ന് കിടക്കാൻ വേണ്ടി മാത്രമേ കട്ടിലിടുള്ളൂ, എന്നിട്ട് എവിടെയും പൊട്ടിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ, എന്നാൽ ലാസ്റ്റ് കേസ് പിന്നെ എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവനെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് കേസ്. എന്തോ ഒരു ചുറ്റിക്കളി അവിടെ നിന്നുണ്ട് അവന് കേസ്, എന്തോ ഒരു പ്ലാനിങ് ഇപ്പോഴും അവൻ ആ വീട്ടിനകത്തേക്ക് എന്തോ ഉണ്ട് കേസ് എനിക്ക്. പക്ഷെ അവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ കേസ്, നമ്മൾ ചിലപ്പം വെയിറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ ഫുൾ റെഡിയാക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് വരുമെന്ന് അവൻ വിചാരിച്ചാണ് കേസ്. ബട്ട് കേസ് അവനത് തെറ്റി. നമ്മൾ പക്ഷെ വേറൊരു സീക്രട്ട് പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കാര്യം അവൻ അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിന്ന് കുറച്ചധികം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നല്ല രീതിക്ക് എൻ്റെ അമ്മേ, അതെന്താ ഗൈസ്, ഡ്രാഗണൊക്കെ ഗൈസ്, ഓ മൈ ഗോഡ്, എന്താ പറ്റിക്കണ ഗൈസ്, എന്താ വീട്ടിലേക്ക് എന്താ വന്ന് ഗൈസ്, എന്തോ വീട്ടിൽ ഓ ഗൈസ്, പെട്ടെന്ന് തന്നെ എന്താ വെള്ളിലേക്ക് വന്ന് ഗൈസ്. ഗൈസ് നിങ്ങളെ കണ്ടില്ലേ? ഓക്കെ, ഓ ഗൈസ്, ഒരു നിമിഷം പേടിച്ചു പോയിട്ടോ, എന്തോന്ന് പറ്റിയിട്ടുണ്ടേക്കണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ഫൈനലി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം എൻ്റെ നെഞ്ചൊക്കെ എന്തൊക്കെയൊക്കെയാണ്, ഞാൻ വിചാരിച്ചത് വീണ്ടും അവൻ തന്ന പണിയായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ദെൻ അവൻ അവിടെ എന്തോ നമ്മുടെ വീടിൻ്റെ അവിടെ എന്തോ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും നേരായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ചിലപ്പോൾ അവൻ വിചാരിക്കുന്ന കേസ്, അവൻ വിചാരിച്ചാണ് ചിലപ്പോൾ നമ്മൾ ഈ വീടൊക്കെ നന്നാക്കി വീണ്ടും നമ്മൾ ഇതിനകത്ത് താമസിക്കുന്നത്. പക്ഷേ കേസ് നമ്മളിപ്പോൾ ആ വീട്ടിനകത്ത് ഒരു കാര്യം ചെയ്തല്ല, നമ്മൾ തൊട്ടിട്ടില്ല. ഓക്കെ, അത് വേറൊരു കാര്യം കേസ്, നമ്മൾ ആ വീട്ടിനകത്ത് ഒന്നും തൊട്ടിട്ടില്ല. ഓക്കെ, അപ്പം വിചാരിച്ചാണ് എന്താ റീബിൽഡ് ചെയ്യാത്തതെന്ന കേസ് എനിക്കറിയാമല്ലോ. ഓക്കെ, ബട്ട് കേസ് അവന് ഇവിടെ എവിടെ ഒരു വീടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. വീടോ ബേസോ ഇവൻ എന്തായാലും ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് കുറേ സാധനങ്ങൾ അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ കൈ വെക്കൂല, അവൻ അങ്ങനെ കൈ വെക്കാത്ത സാധനങ്ങളാണ് അതൊക്കെ. ഓക്കെ, അതപ്പോൾ അങ്ങനെ കൈ വെക്കുവാണെങ്കിൽ ചിലപ്പം അഥവാ ചത്തുപോയി കഴിഞ്ഞാൽ പോവുമല്ലോ. ഓക്കെ, അപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ഒരു ബേസ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ എന്തോ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിന് മുന്നേ നമുക്ക് എന്തായാലും കുറച്ചധികം പരിപാടി ഉണ്ട് ഇന്ന്. നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകാനുണ്ട് കേസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ നേരെ നമ്മളെ വീട് കേസ്, ഇപ്പം അങ്ങോട്ട് പോയി മൊത്തം ഇപ്പം അങ്ങോട്ട് തന്നെ പോക്കായി കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും കേസ് എനിക്ക് ഡൗട്ട് എന്താ വെച്ചാൽ അവൻ നമ്മളെ ബോട്ടിലായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല കേസ്, എന്താണെന്ന് വെച്ചാൽ ബോട്ടിലേക്ക് അവൻ അറിയാം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമെന്ന്. ഓക്കെ, അപ്പോൾ അവൻ അങ്ങനെ ബോട്ടിൽ താമസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബോട്ടിൽ അവൻ താമസിക്കില്ല. ഈ സേഫ്റ്റി ആയിരിക്കും അവൻ താമസിക്കുന്ന ഇടയ്ക്ക് പോയിട്ട് അവന് നല്ലൊരു പണി കൊടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കിടുക്കാച്ചി പോലത്തൊരു വീടാണ് ആ പീറ്റർക്കം കൊണ്ട് നശിപ്പിച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ റിവെഞ്ച് നമ്മൾ എന്തായാലും കൊടുക്കുന്നതായിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, നമ്മളിപ്പം നേരെ നമ്മുടെ ബേസിൽ നമ്മൾ ചുറ്റൊന്ന് നിരീക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും കാണില്ല. ഈ സ്വിച്ച് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടോയെന്ന് നോക്കാം. ഗസ്റ്റ് നിങ്ങൾ കണ്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാനും കണ്ടു. ഓക്കെ, ഇപ്പോൾ തലക്കാലം അതിൻ്റെ ഉള്ളിൽ പോകണ്ടേ. അതിൻ്റെ ഉള്ളിൽ ക്രീപ്പർ ഉണ്ട്. ഇവരൊക്കെ എവിടെയെന്ന് കയറി വരുവാന്ന് ഒരു ഉറപ്പില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ, ദെൻ സ്വിച്ച്.
ഓക്കെ റോക്കറ്റ് ഉണ്ടാക്കാൻ ഗൺ പൗഡർ ഫാം ഉണ്ട്. ഈ പേപ്പർ വേണം അല്ലേ? ഓക്കെ നമുക്ക് കുറേ വേണം ഗൈസ്. ഓക്കെ 3 വെച്ച് കിട്ടുന്നത് ഗൈസ്, ഇത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ നമ്മളെ ആക്ച്വലി ഷൾക്കർ ഉണ്ട്, അത് ഷൾക്കർ ബോക്സ് നമ്മൾ എടുത്തു വെച്ചതാണ്. ഇപ്പം തൽക്കാലം ഒരു സ്റ്റാക്ക് മതി. ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ ഇതൊക്കെ ഇവിടെ വെക്കാം. നമുക്ക് എന്തായാലും നേരെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ എത്ര രൂപയാണെന്നൊക്കെ നോക്കാനുണ്ട്. മീൻ എത്ര ഇടകളാണെന്നൊക്കെ നോക്കാനുണ്ട്. ഇത് കയ്യിരുന്നോട്ടെ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകണം. വെയിറ്റ് ഗൈസ്. എന്നാലും എനിക്ക് കുട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ പോലെ ഗൈസ്. ഓക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. എന്നാലും അത് ആക്ച്വലി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടോ നമ്മളെ ഗൈസ്. വെയിറ്റ് ഗൈസ്, ഇതാരാ? ഇത് വീട് നൈറ്റ് ആയല്ലോ ഗൈസ്. ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റ് നേരെ ഇപ്പുറത്താണല്ലോ. ഓക്കെ നൈറ്റ് ഇങ്ങോട്ട് വരണ്ട. അവൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യും. സ്പോട്ട് എനിക്ക് മനസ്സിലായി. പണ്ടാരെ അടങ്ങാനായിട്ട് ഇപ്പോഴായിരിക്കാം പറക്കാനും പറ്റാതെ. ചത്തില്ലല്ലോ. ഇവിടെ ഒന്ന് വീട്ടിലേക്ക് എത്തൊന്നും പറ്റുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, അവിടെ ഒരു വീടുണ്ടല്ലോ. ഇതിനിപ്പോൾ അവൻ്റെ വീടായിരിക്കല്ലോ. ഓക്കെ വെയിറ്റ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തലക്കാലം ഇന്ന് ഇവിടെ തങ്ങാം. ചാവല്ലേ വെള്ളം ഉണ്ടായിട്ട് ഞാൻ ഇവിടെ വിടുന്നു. ഓക്കെ ആക്ച്വലി അവിടെ ഗൈസ് ഇത് അവൻ്റെ വീട് എന്നെ ഉറപ്പിച്ച്. ഓക്കെ ഗൈസ്, ഇതിനുള്ള ഗൈസ് റിവെഞ്ച് ടൈം. ദിസ് ഈസ് എ റിവെഞ്ച് ടൈം ഗൈസ്. ഇതിന് അവൻ്റെ വീട് തന്നെ ആണോ? ഓക്കെ നമുക്ക് എന്തായാലും നേരെ ആ സ്പോട്ടിലേക്ക് ഒന്നുകൂടെ പോകാം ഗൈസ്. ഇപ്പോൾ അവൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. അവൻ ഉണ്ടെങ്കിൽ അവനെ തട്ടി വെട്ടിയിട്ടായാലും നമുക്കത് പൊളിക്കാൻ വേണ്ട ഗൈസ്. നമ്മൾ അത്ര ഇത് കാണിക്കാൻ പാടില്ല. അവൻ പോയി കഴിഞ്ഞിട്ട് അവന് 8ൻ്റെ പണി തന്നെ കൊടുക്കണം. ഓക്കെ നമുക്കെന്താ ഇവിടെ നിന്ന് എനിക്കാണെങ്കിൽ പറക്കാൻ പറ്റില്ല. താഴെ വെള്ളം. ഓക്കെ സെറ്റ് ചെയ്ത് ആ സ്പോട്ട് വരെ നമ്മളെ കേസ് സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇവൻ കണ്ടു കാണൂലേ? ഓക്കെ സൂപ്പർ മാർക്കറ്റിന് ഇവിടെയല്ലേ? ഇവിടെ ആയിരുന്നല്ലോ. കേസ് ഓക്കെ കണ്ട് ഓൾ സെറ്റ്. ഓക്കെ കേസ്. എൻ്റെ മോനെ കേസ് ഇവൻ ഇത്രയും പൊട്ടനാണ്. ഇവൻ വീടൊക്കെ ഉണ്ടാക്കി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇവൻ്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. എൻ്റെ മോനെ റിച്ച് വീട് കൊടുത്തിട്ട് കിടുക്കം കാച്ചി വീട് കിട്ടും. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. എൻ്റെ അമ്മയ്ക്ക് സാധനം. ഇവനെന്താ നമ്മളെ ഗൈസ് നമ്മളെ വേൾഡ് നശിപ്പിക്കാൻ നോക്കുകയാണോ? ഓക്കെ ഇവിടെ എന്താ ചെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. ഡയമണ്ട് എമറാൾഡോ ഗൈസ്. ഓക്കെ ഇപ്പം തന്നെ ഇതൊക്കെ അടിച്ചേക്കാം. എടാ ഇതൊക്കെ എങ്ങനെയാണ് ഇവന് കിട്ടുന്നേ? സൂട്ട് എല്ലാം ഇവിടെ എടുത്തേക്കാം ഗൈസ്. ഒന്നും തന്നെ വെക്കാൻ എടുക്കണ്ട. എല്ലാം നമ്മൾ വിളിക്കും. 2 സ്റ്റാക്ക് ഡയമണ്ട് ഗൈസ്. ഓക്കെ ഇതൊക്കെ റിവെഞ്ച് ടൈം. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ടീൻ്റെ എടുത്തിട്ട് തരാം ഗൈസ്. ഇന്ന് ഫുള്ളി കത്തിക്കരിക്കും. ഇപ്പോഴാണൊരു ഭ്രാന്ത് കയറി ഗൈസ്. മുമ്പോ അവൻ്റെ വീട് കിട്ടി ഗൈസ്. ഞാൻ ഇത്ര നാൾ കാത്തിരുന്നേ ഗൈസ്. കോപ്പൻ എൻ്റെ വീട് പൊളിക്കണമല്ലേ? എനിക്കത് പറക്കാനും പറ്റുന്നില്ല. ഓക്കെ ഒരു സ്റ്റാക്ക് ഗൈസ്. ഇത്ര നമ്മൾ സൂക്ഷിച്ച് വെച്ച TNT ഗൈസ്. ഇതൊക്കെ നമ്മൾ അവൻ്റെ വീട് മൊത്തത്തിൽ കത്തിക്കും ഗൈസ്. ഓക്കെ ഒന്നും നോക്കുന്നില്ല. നമുക്ക് അങ്ങനെ ദയൊന്നും ഇപ്പം ഇല്ല ഗൈസ്. ഈ കാര്യത്തിൽ നമുക്ക് ദയയില്ല. ഓക്കെ അവൻ്റെ കിട്ടുക്കം കാച്ചി ഇവിടെ. ഓക്കെ ഇവിടെ നിന്ന് ലൈവായിട്ട് കാണാം. പക്ഷേ ഗൈസ് ഇടയ്ക്ക് ചിലപ്പോൾ അവൻ വിചാരിച്ചാണ് അവൻ ഇങ്ങോട്ടൊന്നും വിരിവിലായിരിക്കുന്ന അവൻ വിചാരിച്ചാണ് ഗൈസ്. പക്ഷെ അവന് തെറ്റി. നമ്മൾ ഇരയാത്ത സ്ഥലങ്ങളില്ല ഏരിയയിൽ. ഈ കാടൊക്കെ ഒന്ന് മുറിച്ച് വെച്ചേക്കാം. ഇരിക്കട്ടെ പൊട്ടിക്കട്ടെ. നല്ല വൃത്തിയിൽ പൊട്ടണ്ടേ ഗൈസ്. ഓക്കെ
ഓക്കെ സെറ്റ് സെറ്റ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് എടുക്കാൻ ഷീൽഡൊക്കെ എടുത്താൽ പുറത്തായിട്ട് ഇട്ടിരിക്കുക. അപ്പം വരുന്നതിന് മുന്നേ ഗൈസ്, ക്യാറ്റിലും വരുന്നതിന് മുന്നേ പരിപാടി എല്ലാം തീർക്കണം ഗൈസ്. അവൻ നമ്മളെ വീടിൻ്റെ ചെറിയ ഭാഗം പൊട്ടിച്ചെങ്കിൽ നമുക്ക് അവൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗവും പൊട്ടിക്കണം. ഓക്കെ, നിയമങ്ങൾ അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ കാർപ്പറ്റൊക്കെ എടുക്കാം. അതിൻ്റെ റീസ്പോൺ വരെ ഇവിടെ നിന്ന് പൊട്ടിച്ച് കളയണം. അല്ല പിന്നെ അവനെ നമ്മളോട് വേണ്ടെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ തലയിൽ കയറി ഗൈസ്. ഓക്കെ വെയിറ്റ് എല്ലാം പൊട്ടിച്ചെടുക്കണം ഗൈസ്. എല്ലാം പൊട്ടിച്ചാൽ കയ്യിലെടുക്കും. അല്ല പിന്നെ ഫുൾ ടീൻ്റെ വെച്ച് ഒറ്റ പൊട്ടികൾ ഗൈസ്. ഇത് ഇപ്പം നല്ല ദേഷ്യം ഗൈസ്. നമ്മൾ കുറേ നാളത്തെ റിവഞ്ചാണ് ഗൈസ്. ഈ കാർപ്പറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാർപ്പറ്റ് എനിക്ക് ആവശ്യമുണ്ട്. ദെൻ എൻ്റെ റീസ്പോൺ പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, ഞാൻ വരൂലല്ലോ ഗൈസ്. ഇനി ഇവിടെ നമ്മൾ വെറും പൊളിക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ നിരത്തി പൊട്ടിക്കും ഗൈസ്. ഓക്കെ, TNTക്കൊന്നും ഇപ്പോൾ ഒരു പിശുക്കാൻ കാണിക്കില്ല എനിക്ക്. ചെസ്റ്റാണെങ്കിൽ ദേഷ്യം. ചെസ്റ്റൊക്കെ ഫസ്റ്റ് ഞാൻ മൂടിയിട്ട് പൊട്ടിച്ചേക്കും. ഏത് വൈബ്, അമ്പാനി വൈബ് ഗൈസ്. ഓക്കെ, അവൻ്റെ പ്ലാൻ ഉണ്ടല്ലോ. വീടൊക്കെ ഞാൻ കത്തിച്ച് പളയറി. ഓക്കെ, ഇത്രയും TNT ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ പുറത്തേക്കും കുറച്ച് TNT വെക്കാം. ഓക്കെ, വീടൊക്കെ ചുറ്റിലിരുന്ന് കത്തട്ടെ. ഓക്കെ, വാതിലും ജനലും എല്ലായിടത്തും TNT ഗൈസ്. ഒരു സ്റ്റാക്ക് TNT ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് പൊട്ടിക്കണേ. ഓക്കെ, ഇനി നമ്മളൊരു ഇൻട്രോമാസിങ് ഉണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് കുറച്ച് ബാക്കോട്ട് പോകണം. ദെൻ നമുക്കൊന്ന് മെറ്റയും കൂടാക്കട്ടെ ഗൈസ്. അവിടെ വീഡിയോ ഉണ്ട്. ഇങ്ങനെ ഞാൻ തകർത്തെടുത്തിട്ടുണ്ട് ഗൈസ്. അല്ല പിന്നെ ഗൈസ്, ഈ ഒരു ഇൻട്രോ ഇത് പൊളിച്ചിക്കണ ഗൈസ്. ഒന്നും പറയാനില്ല. ഓക്കെ, അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വരുന്ന അവൻ്റെ ഡയമണ്ടൊക്കെ എടുത്ത് എന്തെങ്കിലും മേടിക്കാൻ നോക്കുമ്പോഴായിരിക്കും അവൻ്റെ വീടേ ഇവിടെ ഇല്ലാതായി ഗൈസ്. പൊളിച്ചടുക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു സാധനം, ഒരു വെള്ള കട്ട ഒരു വെച്ചിട്ടില്ല. അല്ല പിന്നെ എന്നോട് അവൻ്റെ കളി. ഇനി അവനെ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണമെങ്കിൽ കുറേ നാൾ തകരായിരുന്നു. ഇപ്പോൾ ഒന്ന് സെറ്റായി വന്നത് ഗൈസ്. യെസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടമാണ്. ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. 500 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അടുത്തോടെ വീണ്ടും കാണാൻ ബ്രേക്ക് എടുത്തിന്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ജസ്റ്റ്